ചേരുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് നടൻ ദിലീപ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദിലീപ്. വിധിപകർപ്പ് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം ദിലീപിനെ പിന്തുണച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് MP രംഗത്ത് വന്നു. ദിലീപിന് നീതി കിട്ടിയെന്നും വ്യക്തിപരമായി തനിക്ക് സന്തോഷമുണ്ടെന്നുമാണ് പ്രതികരണം. ഇപ്പോൾ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി നൽകിയത്. നിതിൻ അംബുജൻ വിവരമാണ്. നിതിൻ, ഇന്നലെ KPC അധ്യക്ഷനൊക്കെ പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമാണ് ഇന്നിപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. അതെന്തോ വ്യക്തിപരമായ അടുപ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്നുവെന്ന് K മുരളീധരനും പറയുന്നുണ്ടായിരുന്നു. ആയിക്കോട്ടെ, നിതിൻ, ഇവിടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ദിലീപ് വിധിപ്പകർപ്പ് കിട്ടിയതിനു ശേഷം കോടതിയിലേക്ക് പോവാണ്. ഇന്നലെ കോടതിയിൽ നിന്നിറങ്ങിയ ആദ്യ പ്രതികരണം അത് മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു. അപ്പോൾ മറു പോരാട്ടത്തിന് ദിലീപ് തയ്യാറെടുക്കുകയാണോ നിതിൻ? ഹാഷ്മി, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മറു പോരാട്ടത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ദിലീപ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലെ ദിലീപിന്റെ വീട്ടിലാണ്. ഇന്നലെ വലിയ ആഘോഷങ്ങളൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വിധി വന്നതിന് ശേഷം വലിയ ആൾക്കൂട്ടവും അതോടൊപ്പം ദിലീപിന്റെ ആരാധകരൊക്കെ ഇവിടെ എത്തി മധുര വിതരണം ചെയ്തു, പടക്കം പൊട്ടിച്ചു. അങ്ങനെ വലിയ ആഘോഷമായിരുന്നു. ദിലീപിന്റെ സിനിമാ സുഹൃത്തുക്കളൊക്കെ ഇന്നലെ വന്ന് ദിലീപിനെ കണ്ടിരുന്നു. ഇന്നും ചില സിനിമാ സുഹൃത്തുക്കൾ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ദിലീപ് വോട്ടെടുപ്പ് ദിവസമാണ്. അല്പസമയത്തിന് ദിലീപ് വോട്ട് രേഖപ്പെടുത്താനായി തൊട്ടടുത്തുള്ള ബൂത്തിലേക്ക് പോകും. നേരത്തെ ആ ഒരു പ്രതീക്ഷയിലാണ്, കാരണം അല്പസമയത്തിന് ദിലീപ് പുറത്തിറങ്ങുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മളും ഇവിടെ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നായിരുന്നു ദിലീപിന്റെ വാദം. യഥാർത്ഥ ഇര താനാണ് എന്നായിരുന്നു ഇന്നലെ ദിലീപ് ഈ കോടതി നടപടിക്ക് ശേഷം പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ദിലീപ് എവിടെ നിന്നൊക്കെ മാധ്യമങ്ങൾ കണ്ടോ അവിടെ നിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാത്രമല്ല ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന വാദമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ആ ഒരു ഗൂഢാലോചനയ്ക്ക് ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. 12 തീയതിക്കാണ് ശിക്ഷാവിധി വരിക. അതിനുശേഷം ആ ഒരു വിധി പകർപ്പ് പഠിച്ച് പിന്നീട് ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ദിലീപ് ഉള്ളത്. ചില മാധ്യമങ്ങൾക്കെതിരെ ഇതിനു മുമ്പാകെ തന്നെ ദിലീപ് നിയമ പോരാട്ടം ആരംഭിച്ചിരുന്നു. അതിപ്പോൾ തുടരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ദിവസം 1.5 മണിക്കൂർ മാത്രം ചോദ്യം ചെയ്തിട്ട് ഏതാണ്ട് 13 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോടെല്ലാം പ്രചരിപ്പിച്ചു. അങ്ങനെ പോലീസിന്റെ ഭാഗത്തും കൃത്യമായ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. ആരൊക്കെ തനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടോ അതെല്ലാം തന്നെ പോലീസിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത പദവിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ പ്രശംസയ്ക്ക് വേണ്ടിയുമാണ് ഇത്തരം ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ താൻ ഒരു മറു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് 12 തീയതിക്ക് ശേഷം മാത്രമേ അത്തരം ഒരു നടപടിയിലേക്ക് ദിലീപ് കടക്കുകയുള്ളൂ. കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 7 വർഷമായിട്ട് തന്റെ സിനിമാ ജീവിതവും വ്യക്തി ജീവിതവും തകർക്കുന്ന ഒരു സമീപനം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഗൂഢാലോചന ഇതിൽ പിന്നിൽ നടന്നിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ചില സിനിമാ മേഖല ആളുകൾക്കെതിരെയും ദിലീപ് ഇത്തരം ഒരു നിയമ പോരാട്ടത്തിലേക്ക് തയ്യാറെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ആലുവയിലെ ദിലീപിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.